ഒരു കേണലിന് ഹോസ്പിറ്റലുമായിട്ട് എന്താ ബന്ധം? കേണലിന് ഹോസ്പിറ്റലുമായിട്ട് ബന്ധം പാടില്ല എന്നില്ലല്ലോ. അങ്ങനെ കണ്ട ആ ഒരു ഹാർട്ട് ഉണ്ട്, ആൾ ഭയങ്കര ഗൗരവക്കാൻ ഒരു സീരിയസ് ലുക്കൊക്കെയാണ്. ഒരു മയമില്ലാത്ത ആളായിട്ട് എനിക്ക് ആദ്യം തോന്നിയത്. എൻ്റെ മാത്രമല്ല, എല്ലാ പട്ടാളക്കാരും അങ്ങനെ തന്നെയാണെന്നാണ്, അങ്ങനെ ആകണമെന്നാണ് എൻ്റെ വിശ്വാസം. ഡു എവറിഥിങ് പോസിബിൾ ടു സേവ് പീപ്പിൾ. മണി ഈസ് നോട്ട് ഓൾ ദറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് വിൽ കം. പ്രിവെൻഷൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ക്യൂർ എന്ന് വിശ്വസിക്കുന്നൊരു ആശുപത്രിയാണിത്. എന്നോടൊപ്പം ഉള്ളത് ഇന്നത്തെ SUT ഹോസ്പിറ്റലിൻ്റെ അമരക്കാരൻ കേണൽ രാജീവ് മണ്ണാലിൽ. അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. സർ, വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക്. ഒരു കേണലിന് ഹോസ്പിറ്റലുമായിട്ട് എന്താ ബന്ധം? കേണലിന് ഹോസ്പിറ്റലുമായിട്ട് ബന്ധം പാടില്ല എന്നില്ലല്ലോ. ഞാൻ 34 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം, വിരമിച്ചതിന് ശേഷം എനിക്ക് I wanted to work and I wanted to be in the corporate sector. Fortunately for me, the first offer came from healthcare sector. And in any case, I was very, very passionate about healthcare. അല്ല, ഇന്നിപ്പോൾ SUT ഹോസ്പിറ്റൽ ലോകത്ത്, എനിക്ക് തോന്നുന്നു ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു രാജകുടുംബം അല്ലേ അവരുടെ പ്രോപ്പർട്ടി, പ്രൈം പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുകയും ഇത് ഡോക്ടർ ഭരചന്ദ്രനാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നൊരു 150ഓളം അല്ലേ, ഒരു 150ഓളം വരുന്ന ബെഡുകൾ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇന്ന് SUT ഹോസ്പിറ്റൽ ചരിത്രമാണ്. ഞാൻ ഇപ്പോൾ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന പ്രവാസികളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ധാരാളം ആളുകൾക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ അത്താണിയാണ്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ അമരക്കാർ ഇന്നിപ്പം നമുക്ക് ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റിലൊന്നുമില്ല അല്ലേ. ചില മേഖലകൾ വളരെ അസാധാരണമായിട്ടാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എന്താണ് SUT ഹോസ്പിറ്റലിൻ്റെ മിഷൻ ആൻഡ് വിഷൻ? SUT ഹോസ്പിറ്റലിൻ്റെ വിഷൻ, ആസ് സ്റ്റേറ്റഡ് ബൈ our chairman, Dr. B.R. Shetty, is that pulse before purse. ഒറ്റ ലൈനിൽ വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ഇതെനിക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന കാലത്ത് പറഞ്ഞു തന്നിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ പൈസയ്ക്കല്ല പ്രാധാന്യം, മനുഷ്യൻ്റെ ജീവനാണ് പ്രാധാന്യം. ഡു എവറിഥിങ് പോസിബിൾ ടു സേവ് പീപ്പിൾ. മണി ഈസ് നോട്ട് ഓൾ ദറ്റ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് വിൽ കം. ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ പീസായിട്ട് ഇപ്പം അമേരിക്കയിൽ നിന്ന് ഇടയ്ക്ക് ഞങ്ങൾ 2 പേഷ്യൻസ് വന്നിരുന്നു. അവർ നല്ല എക്സലൻറ്റ്, കാരണം ഇപ്പോൾ അതെല്ലാം റിവ്യൂസ് ബേസ്ഡ് ആണ് പോകുന്നത് അല്ലേ. ഏത് ഹോസ്പിറ്റലിൽ അടിച്ചു നോക്കിയാൽ അവരുടെ മക്കളൊക്കെ ഇപ്പം കേരളം ഏറ്റവും പ്രബുദ്ധതയുള്ള വിദ്യാസമ്പന്നതയുള്ള ഒരു സ്റ്റേറ്റാണ്. ഏത് രാജ്യത്ത് പോയാലും മലയാളികളുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ യു ആർ എ കേണൽ, ഒരു ഡിസിപ്ലിൻ ഓഫീസർ ആയിരുന്നു. അങ്ങ് ഇതിൻ്റെ അമരക്കാരനായി വരുമ്പോൾ അങ്ങേക്ക് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങ് 6 വർഷമായി ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അമരത്തിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പക്ഷേ ചില സ്റ്റോറീസ് നമ്മളെ വളരെ ടച്ച് ചെയ്യാറുണ്ട്. ഒരു അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ, ഒരു അനുഭവം ചില ആളുകൾ വരികയും നമ്മളിപ്പോൾ ഹോസ്പിറ്റലുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് എന്നിട്ട് വേണത് ധാരാളം ഹോസ്പിറ്റലുണ്ട്. പക്ഷേ എന്താണ് SUT അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ഇവിടെ വരുന്നത് 2018 ജൂൺ മാസത്തിലാണ്. അതിനു മുമ്പ് ഏതാണ്ട് 10 വർഷത്തോളം ഞാൻ ഹെൽത്ത് കെയർ സെക്ടറിൽ ഓൾറെഡി ഉണ്ട്. CMC വെല്ലൂർ ഉൾപ്പെടെയുള്ള 4 ഹോസ്പിറ്റലുകളിൽ സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് SUTയിലെത്തുന്നത്. ഇവിടെ വരുന്ന സമയത്ത് SUT എല്ലാ സ്ഥാപനങ്ങൾക്കുള്ളതുപോലെ ഉയർച്ച താഴ്ചകളുള്ള പോലെ ഒരു ട്രഫിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാനിവിടെ വരുന്നത്. അവിടെ നിന്ന് എൻ്റെ ബേസിക് വിഷൻ വാസ് based on our chairman's vision to do everything possible to bring the hospital up and make it the best healthcare center in Trivandrum to start with, and subsequently spread it to all of Kerala and maybe beyond the borders of Kerala. ഇതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. 6 വർഷം കഴിഞ്ഞതിന് ശേഷം 6 വർഷത്തോടടുക്കുമ്പോൾ, പ്രത്യേകിച്ചും കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾക്ക് വളരെയധികം മാനുഷിക മൂല്യങ്ങളുള്ള സേവനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോവിഡ് കാലഘട്ടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലേണിംഗ് കേർവ് തന്നെയായിരുന്നു. ഒരു പരിചയമില്ലാത്തൊരു സംഗതി അതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും അതെങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ കൺവേർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ള
ബാലപാഠങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് പഠിച്ചത് ഈ ഒരു കഴിഞ്ഞ 3-4 വർഷത്തിനുള്ളിലാണ്. ഈ ടോക്ക് ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തികളിലേക്ക് പോവുകയല്ല. വ്യക്തികളുടെ അനുഭവങ്ങൾ ആളുകളെ ജീവിപ്പിക്കും, അവരെ ചലിപ്പിക്കും, അവരത് കുതിപ്പിക്കും. അപ്പോൾ അങ്ങേക്ക് ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ട്. അങ്ങ് കണ്ട ആ ഒരു ഹാർട്ട് ഉണ്ട്. ആൾ ഭയങ്കര ഗൗരവക്കാൻ ഒരു സീരിയസ് ലുക്കൊക്കെയാണ്. ഒരു മയമില്ലാത്ത ആളായിട്ട് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ അങ്ങോട്ട് അടുത്തപ്പോൾ അങ്ങ് വളരെ ഇല്ലേ, നമ്മൾ പറയത്തില്ല, ഈ ആണുങ്ങളുടെ ഒരു നല്ല പുരുഷൻ്റെ സ്വഭാവം വജ്രം പോലെ കാഠിന്യമുള്ള തീരുമാനം, പൂപോലെ മൃദുലമായ മനസ്സ്, വെള്ളം പോലെ ഒഴുകുന്ന ദയ, കാണുന്ന ലുക്കല്ല. അത് എൻ്റെ മാത്രമല്ല, എല്ലാ പട്ടാളക്കാരും അങ്ങനെ തന്നെയാണെന്നാണ്, അങ്ങനെ ആകണമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് കേണൽ രാജീവ്. അദ്ദേഹത്തെ വാസ്തവത്തിൽ ഞങ്ങൾ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് SUT നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്? SUT ഒരു ഹോസ്പിറ്റൽ വ്യാപാരമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ തൊടുന്ന, വേദനിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഡിസിപ്ലിനായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്, 1000-ലധികം സ്റ്റാഫുകളുണ്ട്. പക്ഷേ അതെല്ലാം വളരെ സർവീസായിട്ട്. ഞാനിത് പറയുമ്പോൾ ഇത് വീക്ഷിക്കുന്ന ലോകത്തെമ്പാടുമുള്ള പ്രവാസികളാകട്ടെ, കേരളത്തിലുള്ളവരാകട്ടെ, എവിടെയുള്ള ആളുകളായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, SUT നിങ്ങൾക്കൊരു കാവൽ മാലാഖയായി ഉണ്ട്. ഒരു പ്രതിസന്ധിയുമായിട്ട് നിങ്ങൾ ഈ അനന്തപുരിയിലേക്ക് വരുമ്പോൾ SUT നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനമാണല്ലേ? അതെ, നമുക്ക് വാക്ക് കൊടുക്കാം. പാവങ്ങളെ നമ്മൾ സഹായിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഈ ചോദ്യം ഇതായതുകൊണ്ട് ഉത്തരം കുറച്ച് പുറകോട്ട് നടക്കാം. നമുക്ക് 2019 തോന്നുന്നു, മലയാള മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു. ഒരു പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരൻ, ഹൃദയം പ്രശ്നമുണ്ട്, ശസ്ത്രക്രിയ വേണം, സഹായിക്കാൻ ആരുമില്ല. ഇത് പത്രം വായിക്കുന്ന കൂട്ടത്തിൽ ഞാനിത് കാണാനിടയായി. ഞങ്ങളിവരെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുകയായിരുന്നു. ഈ അദ്ദേഹം, ഞാൻ പേര് മറന്നുപോയി, നമുക്ക് തൽക്കാലം വർഗീസ് എന്ന് വിളിക്കാം, എനിക്കൊന്ന് വർഗീസ് എന്നായിരുന്നു പേരുന്നത്. അദ്ദേഹം ശരിക്കും അതിശയിച്ചു പോയി. ഇവിടെ വന്നു, ശസ്ത്രക്രിയ ചെയ്തു, വളരെ സുഖപ്പെട്ട് തിരിച്ചു പോയി. ഇപ്പോഴും ഈ മെയിൻറ്റെയിൻസ് കോൺടാക്ട് വിത്ത് അസ്. നമ്മുടെ ഒരു കാതലായ ചില കാര്യങ്ങൾ, ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്, ലോകത്തൊക്കെ അറിയപ്പെട്ട സർജറികളും പലതും നടന്നിട്ടുണ്ട് ഇവിടെ. അതിൽ ഏറ്റവും 1-2 ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഏറ്റവും കാതലായ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒന്ന് കാർഡിയോളജി, കാർഡിയോതൊറാക്സിക് ആൻഡ് വാസ്കുലർ. ഓൾസോ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ കുറച്ചു മുമ്പ് പരിചയപ്പെട്ടു. ന്യൂറോളജി, ന്യൂറോ സർജറി. ന്യൂറോളജി ഇവിടെ വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലൊന്നാണ്. അതുപോലെ തന്നെ ഓർത്തോപീഡിക്സിലും ഇവിടെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, വളരെ പ്രശസ്തനായ ഡോക്ടർ CGK പണിക്കർ, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പക്ഷേ ഓർത്തോപീഡിക്സിലേക്ക് ഇവിടെ ഒരു പേര് വരാൻ അദ്ദേഹം കാരണക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ ഭരചന്ദ്രൻ ഒരു പ്രശസ്തനായ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പല നൂതനമായ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ആ ഒരു ചാല് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ചുരുക്കം പറഞ്ഞാൽ നമുക്കില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഇല്ല. പക്ഷെ അതിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് വെൽ നോൺ ആയിട്ടുള്ള പല സർജറീസ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. മറ്റൊന്ന്, ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന, ഇപ്പം ഞാൻ വിദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന ഹൈജീനിക് ആയിട്ടുള്ള ചില ഫെസിലിറ്റീസ് ഉണ്ട് സർവീസസ് ബേസിലൊക്കെ. പട്ടം SUT എത്രത്തോളം അത് വിജയിച്ചിട്ടുണ്ട്? പട്ടം SUT സർവീസുകളായാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആസ് ഓൺ ഡേറ്റ് ഗൂഗിൾ റിവ്യൂ സ്റ്റാൻഡ്സ് അറ്റ് 4.8. അപ്പോൾ അത് ഞങ്ങളതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ, ദാറ്റ് ഇസ് 2019, 3.3 ആയിരുന്നു. അവിടെ നിന്നാണ് ഈ 4.8 നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പിന്നെ പഴക്കം ചെന്ന ബിൽഡിംഗാണ്, 37 കൊല്ലം പഴക്കം എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ നേരെ മറുവശത്ത് കാണുന്നത് പഴയ കൊട്ടാരമാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറലി വീക്ക്നെസ്സസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ
ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആയിക്കോട്ടെ, ട്രീറ്റ്മെൻറ്റിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ പെരുമാറ്റത്തിൻ്റെ ആയിക്കോട്ടെ, they just have to tell the guest relations department or the nurses, anyone, immediate action will be taken. കോഫി വിത്ത് ലൂക്ക് ഇത് ധാരാളം ആളുകളുടെ ജീവിതത്തിൽ ചലനമുണ്ടാക്കുന്നതാണ്. ഇതൊരു ബിസിനസ് ടോക്ക് അല്ല, മറിച്ച് SUT അതിൻ്റെ ആഠ്യത. ഒരു രാജകുടുംബം ലോകത്ത് ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു, ഞാനത് കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു രാജകുടുംബം ഹോസ്പിറ്റലിന് വേണ്ടി ലീസിന് കൊടുക്കുകയും അവരത് ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി. മറിച്ചൊരു പക്ഷേ നമുക്കറിയാം, അമേരിക്കയിൽ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളുടെ ജീവിതം. നമ്മൾ ചിന്തിക്കും അമേരിക്ക വലിയ സമ്പന്നമായ രാജ്യമാണ്, അതുപോലെ പല രാജ്യങ്ങളിലും അവിടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വളരെ പ്രായമുള്ള ആളുകളും ജോലി ചെയ്യുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ SUT നിങ്ങളെ മാറോട് ചേർക്കാൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് രോഗവുമായിട്ട് ലോകത്തെമ്പാടുമുള്ള അല്ലെങ്കിൽ ഏതെല്ലാം സൗകര്യങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ, ഇത് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാണ്, ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഏത് രാജ്യത്ത് ചെന്നാലും ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്, ഏത് ഹോസ്പിറ്റലിലും അവിടുത്തെ വിദേശികൾ ചോദിക്കുന്നത് ഇന്ത്യൻ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. എന്നാൽ ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ അസാധാരണ കഴിവുള്ള, സമർത്ഥരായിട്ടുള്ള, വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വലിയൊരു കൂട്ടം ഡോക്ടേഴ്സാണ് SUTയുടെ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ സമ്പത്ത് നിങ്ങൾക്കും ഭാഗമാക്കാം. അങ്ങനെയാണെങ്കിൽ SUT നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ SUTയുടെ നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾ വറിയാകേണ്ട. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഗോഡ് ഹാസ് മാസ്റ്റർ പ്ലാൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തകർന്നടിയേണ്ടതല്ല, അത് തുലഞ്ഞു പോകേണ്ടതല്ല. നിങ്ങളെ കരുതാൻ, സ്നേഹിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ ധാരാളം മനുഷ്യ സ്നേഹികളുണ്ട്. അത് ഏറ്റവും അസാധാരണക്കാരായിട്ടുള്ള ആളുകൾ. കേണൽ രാജീവ് എന്ന് പറയുന്ന ഓഫീസർ, അദ്ദേഹത്തിൻ്റെ വിഷനും മിഷനും ഹാർഡ് വർക്കും, അദ്ദേഹം ഇവിടേക്ക് വന്നപ്പോൾ ഇതിൻ്റെ സ്ഥിതി മാറി. ഇവിടുത്തെ സ്റ്റാഫുകളെ കണ്ടപ്പോൾ, ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ വലിയ സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയായിരുന്നു. വളരെ കാര്യഗൗരവമായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു കൂട്ടം നല്ല ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രവർത്തകർ. അതാണ് എപ്പോഴും നമുക്ക് ആവശ്യം. കേരളം മാറിപ്പോയി, നിങ്ങൾ ചിന്തിക്കണം. അതുമാത്രമല്ല, അടുത്ത സെഗ്മെൻറ്റിലേക്ക് അദ്ദേഹം ഇനി നിങ്ങൾക്ക് വേണ്ടി തുറന്നിരുന്ന പുതിയ വാതായനങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ, താങ്ക് യു സോ മച്ച്. Thank you. Absolutely, you are doing an amazing job and great. And I wish to add one more thing to what you just mentioned. നമ്മളെപ്പോഴും ക്യൂറേറ്റീവ് ആസ്പെക്ട്സിനെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. ഞങ്ങളിവിടെ ശ്രദ്ധിക്കുന്നത് ക്യൂർ മാത്രമല്ല, പ്രിവെൻഷൻ ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ക്യൂർ എന്ന് വിശ്വസിക്കുന്നൊരു ആശുപത്രിയാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിവെൻറ്റീവ് കെയർ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഏബിൾ ആൻഡ് സ്ട്രോങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ പ്രിവെൻറ്റീവ് ചെക്കപ്പിന് വരണം എന്ന് തന്നെ ഞാൻ നിഷ്കർഷിക്കും. കാരണം ആ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ പിന്നീട് കുറേ അധികം കാലത്തേക്ക് ബുദ്ധിമുട്ടേണ്ട. അതെ, അല്ല പ്രവാസികളെല്ലാം ഇങ്ങനെ എല്ലാ വെക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ജൂൺ ജൂലൈ ആകുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഐ ഗോട്ട് എ ലോട്ട് ഓഫ് റെഫറൻസ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിത് ചെയ്തത്. അവർ തീർച്ചയായിട്ടും വരാം. അതെ, അതായത് വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരു ചെക്കപ്പ്, അതായത് നമ്മളെപ്പോഴും ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രിവെൻറ്റീവ് അല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ ആവനാഴിയിൽ ആയുധമുണ്ട്, പക്ഷേ പലതും വേഴ്സായിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റിലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പക്ഷേ അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അതൊരു നല്ല സജഷനാണ്. കോഫി വിത്ത് ലൂക്കിൽ ഉത്രാടം തിരുനാൾ രാജാവിന്റെ അതേ സ്വപ്നം അല്ലേ SUTയിലൂടെ നിറവേറപ്പെടുമ്പോൾ കോഫി വിത്ത് ലൂക്കും എല്ലാ തരത്തിലും പിറകിലുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും ആശയത്തോടെ വന്നാൽ ഇവിടുത്തെ വാതിലുകൾ അടയത്തില്ല, ഡോക്ടർമാരുടെ മിഴിയും അടയത്തില്ല. തീർച്ചയായിട്ടും അങ്ങനല്ലേ? തീർച്ചയായിട്ടും. കേണൽ, സല്യൂട്ട് ചെയ്യൂ. താങ്ക് യു.